നമസ്കാരം. ഇന്ന് നമ്മുടെ 136ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് എസ്പെഷ്യലി അമ്മൂസിനും സെബിക്കും ജാബിറിനും അമ്മച്ചിക്കും ചെന്നിനും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എപ്പിസോഡുകളെല്ലാം കാണുന്ന ഒരു 500 പേരുണ്ട്. എല്ലാം 1000, 1500, 2000 ഒക്കെ വ്യൂവേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ എപ്പിസോഡ്സ് കണ്ട എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ. ഞാൻ ആദ്യമായിട്ടാണ് ഓണം ആശംസയോ ക്രിസ്മസ് ആശംസയൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഹൃദയം നിറഞ്ഞ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊറിയോഗ്രാഫിയെ കുറിച്ചാണ് കേട്ടോ. കൊറിയോഗ്രാഫി, അതായത് സിനിമയിലെ കൊറിയോഗ്രാഫി എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നാണ്. ഈ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ, ആദ്യം പറയട്ടെ, ഈ കൊറിയോഗ്രാഫി നമുക്ക് 2 ഓസ്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടു നാട്ടു എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ആണ്. ഈ സായികുമാർക്ക് ഒരു ചെറിയൊരു രോഗമുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് അവർ ഓസ്കർ അവാർഡൊക്കെ ഒരു 90% കൊടുക്കുകയുള്ളൂ. കാരണം ഈ സംഗീതത്തിലോ ഈ ഡാൻസിലോ ഒന്നും മിക്ക ഇംഗ്ലീഷ് ചിത്രങ്ങളും അവിടെ സബ്മിറ്റ് ചെയ്യപ്പെടാറില്ല. അത് തിരഞ്ഞെടുത്ത കുറേ ഇതേ ഉള്ളൂ. മറ്റ് സിനിമകൾ സബ്മിറ്റ് ചെയ്യപ്പെടാവുന്ന പോലെ ഓസ്കാറിന് അങ്ങനെ നമ്മുടേത്. അതായത് നമ്മുടെ ആദ്യം കിട്ടിയത് സ്ലം ഡോഗ് മില്ലേനിയർക്കാണ്. അന്ന് ജയ്ഹോ എന്ന് പറഞ്ഞ സോങ്ങിനാണ് ആദ്യം എ റഹ്മാൻ സാറിനും റസൂൽ പൂബിൽ സാറിനും ഓസ്കാർ കിട്ടിയത്. ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സായിപ്പ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്, അല്ലേ? ഒരു ഫോറിനർ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതിനാണ് അത് കിട്ടിയത്. രണ്ടാമത് നോക്കി ഇപ്പം നാട്ടു നാട്ടു എന്നും പറഞ്ഞ പാട്ടിന് അതിനകത്ത് ആ ഡാൻസ് കളിക്കുന്ന ആരാണ്? അത് വിദേശികളാണ് മൊത്തം. അതിനേക്കാൾ എത്രയോ നല്ല സോങ്ങുകളും കഥകളും ലോക നിലവാരത്തെ കവച്ചു വെക്കുന്ന സിനിമകൾ ഇന്ത്യൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ലോക സിനിമകളിൽ ടെക്നിക്കലായിട്ട് ഉപയോഗിച്ച് വൻ അങ്ങനെ ആ ഏറ്റവും നല്ല ചിത്രം ടൈറ്റാനിക് തന്നെയാണ്. അപ്പം അതിനൊന്നും ഓസ്കാർ അവാർഡായാലും ഏതോ ഒരു സിനിമ കേട്ടുള്ളൂ. അതിനുശേഷം രണ്ടാമതായിട്ട് അതിനെ മറികടക്കാനൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. കംപ്ലീറ്റ് ടെക്നിക്കലായിരുന്നു ജൂറാസിക് പാർക്ക് അങ്ങനെയൊക്കെ. പക്ഷെ ഈ ടെക്നിക്ക് മാത്രമല്ല, അത് അതിനകത്തൊരു പ്രേമം. ടൈറ്റാനിക്ക് 9 പ്രാവശ്യം അങ്ങോട്ട് വേറെ ആരൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതിനകത്തൊരു പ്രേമം വളരെ നല്ലപോലെ ഉൾക്കൊള്ളിച്ചതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഭംഗിയായിട്ട് നമ്മുടെ ആ സിനിമ കണ്ടു തീരുന്നുള്ള മാസ്മരികതയിൽ നമ്മൾ ലയിച്ചു പോകും. അത് ബാക്കിയെല്ലാം ടെക്നിക്ക്, അതിനകത്തും എന്ത് ടെക്നിക്കൽ ഒരു ടെക്നിക്കും ഉപയോഗിക്കാതെ മറ്റു പല കൊറിയൻ സിനിമകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി രാജ്യങ്ങളുടെ സിനിമകൾ നല്ലത് അവിടെ വരുന്നുണ്ട്. അതിനൊക്കെ ഓസ്കാർ കിട്ടാറുമുണ്ട്. പക്ഷേ ഇന്ത്യൻ സിനിമകളിൽ ഇതിനൊക്കെ വലിയ സംഗീതങ്ങളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ വലിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ഇത് 2 കൊള്ളുകളിലാണ് കേട്ടോ. ഇത് തന്നെ നാട്ടു എന്നുള്ള സംഭവമൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു 2 പേര് അത്ര കൃത്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത് ടെക്നിക്കലൊന്നും ഉപയോഗിച്ചൊന്നും അല്ല, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തൊന്നും അല്ല, അവർ കറക്റ്റായിട്ട് അത് ചെയ്തതാണ്. അങ്ങനെ അപ്പോൾ കൊറിയോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊറിയോഗ്രാഫി, അതായത് നമ്മൾ കൊറിയോഗ്രാഫി അത്ര നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണം എന്നുള്ള ചില സോങ്ങുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ, ചില അതായത് ഒരു സ്റ്റെപ്പ് കൊണ്ട് ഒരു കൈയുടെ ഒരു കൈയെടുത്ത് കാണിക്കുന്ന ഒരു അതൊക്കെ കൊറിയോഗ്രാഫി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ആ സിനിമ തന്നെ മാറ്റിമറിച്ച സംഭവങ്ങളുണ്ട്. ഒരു വിജയ് എന്ന് പറഞ്ഞ നടനൊക്കെ മിക്കവാറും ഒരു 90% ഓരോ സ്റ്റെപ്പുകളാണ് ആവർത്തിക്കുന്നത്. പക്ഷെ പണ്ട് ഞാനൊരു സിനിമ കണ്ട ചിരഞ്ജീവിയുടെ 65ാം വയസ്സിലും ഒരു സിനിമയിൽ അദ്ദേഹം പണ്ട് എങ്ങനെ ഡാൻസ് കളിച്ചു അതുപോലെ തന്നെ ഡാൻസ് കളിച്ചു. മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡാൻസിനെ തോൽപ്പിക്കാൻ എന്നെ വെല്ലാൻ ആരുമില്ലെന്ന്. കളിയാക്കി അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാൻ അറിയില്ല. പക്ഷെ മോഹൻലാൽ എത്ര ഭംഗിയായിട്ട് ഡാൻസ് കളിക്കും. ആ കൊറിയോഗ്രാഫറുടെ ഒരു ഇതാണ്. അപ്പോൾ ഡോക്ടർ എസ് ജനാർദ്ദൻ സാറിൻ്റെ ഒരു സിനിമയിൽ മഹാസമുദ്രം, ഞാൻ ജനാർദ്ദൻ സാറിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിരുന്നു. അപ്പം മഹാസമുദ്രത്തിൽ നല്ല സംഭവമാണ്. ജനാർദ്ദൻ സാർ ഇങ്ങനെ ക്യാമറ ഒക്കെ അങ്ങനെ ഒക്കെ ജനാർദ്ദൻ സാർ ഡയറക്ടറല്ലേ. പക്ഷെ ലാൽ സാറ് പറഞ്ഞു അത് കൊറിയോഗ്രാഫർ ചെയ്തു.
ജനാർദ്ദന എന്ന് പറയുന്നതാണ് പറയുന്നത്. അതായത് ഈ കൊറിയോഗ്രാഫർ തന്നെയാണ് ഷോട്ടുകൾ ഡിവൈഡ് ചെയ്ത് അതിനകത്ത് ഒരു സോങ്ങിന്റെ ഷോട്ടുകൾ കട്ട് ചെയ്യും. ഏറ്റവും നല്ല പോലെ സോങ് കട്ട് ചെയ്യാവുന്ന ചില സോങ്ങുകളുണ്ട്. നമുക്ക് എല്ലാ സോങ്ങുകളും അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക അതിൻ്റെ മ്യൂസിക്കിൻ്റെ ബിറ്റുകൾ, അതിനകത്ത് തബലയുടെ ബിറ്റുകൾ, അതിനകത്ത് വയലിൻ്റെ ബിറ്റുകൾ, അങ്ങനെയൊക്കെയാണ്. പിന്നെ വരികൾ, അതിൻ്റെ വരികൾ അതൊക്കെ കട്ട് ചെയ്താണ് അങ്ങനെയാണ് സോങ് പ്രത്യേക ഡിവൈഡിങ്. അതൊക്കെ കൊറിയോഗ്രാഫറാണ് അത് ചെയ്യുന്നത്. കൊറിയോഗ്രാഫറാണ് ക്യാമറ വെക്കുന്നത്. ക്യാമറമാനും കൂടെയാണ്. അതിനകത്ത് ഡയറക്ടേഴ്സ് സാധാരണ ഇടപെടാറില്ല. എനിക്കൊരു ഞാൻ ശശാങ്കർ സാറിൻ്റെ, അതായത് കുഞ്ഞുക്കുവിൻ്റെയും പേരഴകൻ്റെയും ഡയറക്ടർ ശശാങ്കർ സാറിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ മകനാണ് മറ്റേ മാളികപ്പുറമൊക്കെ എടുത്തത്, വിഷ്ണു ശശാങ്കർ. ഇപ്പം രണ്ടാമത് ഒരു പടം എടുത്തിരുന്നത് വിജയമാണെന്ന് പറയുന്നത്. അപ്പം അത് ശശാങ്കർ സാറ് ഒരു സ്റ്റണ്ട് ഷൂട്ട് ചെയ്തതെന്ന് ഞങ്ങൾ ആരും, ഞാനും അവർക്ക് ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു, അസോസിയേറ്റ് വിത്ത് ഫസ്റ്റ് അസിസ്റ്റൻ്റ്, എൻ്റെ മുകളിൽ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആരും പോയില്ല. കാരണം അത് സ്റ്റണ്ട് മാസ്റ്ററാണ് ചെയ്തത്. അത് മാഫിയ അസീസ് സാറാണ് അതിൻ്റെ സ്റ്റണ്ട് ചെയ്തത്. ഇവിടെ ആരും പോയില്ല. പോയാലും നന്നായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വന്ന് എൻ്റെ കൂടെ പോയിട്ട് ജോസേട്ടൻ അങ്ങോട്ട് വരാനും നന്നായി. അവിടെ മൊത്തം ഒരു പഴയ ഗോഡൗണാണ്, അതിനകത്ത് മൊത്തം പാമ്പാണ്. ജോസേട്ടൻ വീടിയും വെച്ചുകൊണ്ട് മാറിയിരിക്കും പാമ്പും കൊത്തിയതിനാണ്. ഞങ്ങൾ ആരും പോയില്ല. പക്ഷെ അവിടെ സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്തു. അത് എഡിറ്റ് ചെയ്യുന്നത് ഈ കൊറിയോഗ്രാഫറാണ് കേട്ടോ. എഡിറ്റ് ചെയ്യുന്നത് ഈ കൊറിയോഗ്രാഫർ തന്നെയാണ്. അത് സ്റ്റുഡിയോയിൽ പോകുന്നതും നമ്മൾ ഈ മരിച്ചു പോയ നവാസ്, കലഭവൻ നവാസ്, അദ്ദേഹം ഞങ്ങളൊരു ശശികർ സാറിൻ്റെ വേറൊരു സിനിമയാണ്, അതിൻ്റെ ഒരു സോങ് ചെയ്തു. അപ്പം അതിൻ്റെ വരികൾ എഴുതി അത് കമ്പോസ് ചെയ്തെല്ലാം ഈ നവാസാണ്. നവാസ് ചെയ്ത് വെച്ച് അത് ഷൂട്ടിങ് ചെയ്തു. ആദ്യം ഷൂട്ട് തുടങ്ങി ആദ്യം 4-ാമത്തെ ദിവസം ആ സോങ്ങാണ്. ഒരു ദിവസം മറൈൻ ഡ്രൈവിലാണ്. ഇന്നത്തെ മറൈൻ ഡ്രൈവിൻ്റെ അവസ്ഥയിൽ അന്ന് കടൽ തീരം രാജതീരം തന്നെയായിരുന്നു. പിന്നെ കടലിൻ്റെ തീരത്തും അങ്ങനെ ചെയ്തത്. ഒരു പാർക്കാണ്, അന്നത്തെ ഒരു പാർക്കുണ്ട്, അവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അത് നവാസാണ് അത് ഫുള്ളത് ചെയ്തത്. നവാസാണ് അതിനകത്ത് മെയിൻ ഒരു ഓർമ്മകൾ ആയിരുന്നു അതിൻ്റെ തീം. പക്ഷെ നല്ല രീതിയിൽ അത് ഇറങ്ങിയില്ല കേട്ടോ. പക്ഷെ അത് ഫുള്ള്